ഞങ്ങൾക്കറിയില്ല. ഏത് പ്രപഞ്ചം വെറുതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടത്തപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയാം? ബിഗ് ബാങ് വെറുതെ ഉണ്ടാവോ? സിംഗുലാരിറ്റി അത് ആരെങ്കിലും ഉണ്ടാക്കാതെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കോസ് വേണ്ടേ? ഈ ഗ്ലാസ് ഇവിടെ അനങ്ങുന്നുണ്ടെങ്കിൽ ഇത് അനക്കുന്ന ഒരാൾ വേണ്ടേ? ഇത് വെറുതെ അനങ്ങൂല. ഇതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ടാൽ ഇത് വെറുതെ ഉണ്ടാവില്ല എന്ന് പറയലാണ് സയൻസ്. ഇവർ പറയാ വെറുതെ ഉണ്ടായി എന്ന് പറയല സയൻസ് എന്ന്. എന്തൊരു വിരോധാഭാസം! ജഹ്ല് മുറക്കബ് എന്നല്ലേ എന്നെ പറയാം? അറിവില്ല എന്നും കൂടെ അറിയാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അറിവില്ല എന്ന് പറയലിന് ജാഹിൽ എന്ന് പറയും, ജഹൽ എന്ന് പറയും. അറിവില്ല എന്നും അറിയില്ലെങ്കിൽ പിന്നെ ജഹ്ല് മുറക്കബ് എന്നാ പറയല്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ എന്ത് ചെയ്യാം? കോസ് ആൻഡ് ഇഫക്ട്സ്. ഈ പ്രപഞ്ചം എന്നത് ഒരു ഇഫക്റ്റാണ്. ജീവൻ, മണ്ണ്, ആകാശ ലോകങ്ങൾ, നക്ഷത്ര ലോകം, നമ്മുടെ ഭൂമി, സൂര്യൻ, എത്രയാ പ്രകാശം ചൊരിയുന്നത് ഓരോ ദിവസവും. സൂര്യപ്രകാശം അതില്ലെങ്കിൽ ചെടികൾക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ? കാറ്റുണ്ടോ? സൂര്യനില്ലെങ്കിൽ മഴയുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടോ? പൂക്കൾ വിരിയുമോ സൂര്യനില്ലെങ്കിൽ? ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ? ഇതുണ്ടാക്കിയ ആള് വേണ്ടേ? അല്ലാഹ് ചോദിക്കുന്നു, അത് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അതല്ല വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതാണോ നിങ്ങൾ? ആണോ? ഇത് രണ്ടും യുക്തമല്ല എങ്കിൽ ഇപ്പൊ ഒരു യുക്തിവാദം എന്താ പറയുന്നവരോ? കാരണം ഉണ്ടാവാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. ആ അറിയാത്തത് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രൈം കോസിന്റെ പേരാണ് അല്ലാഹ്. ഇതാണ് നബിയുന ആദം അലൈഹിസ്സലാം എന്ന മനുഷ്യകുലത്തിന്റെ പിതാവ് പഠിപ്പിച്ചത്. അതുതന്നെയാണ് പ്രവാചകർ നൂഹ് നബി, ഇദ്രീസ് നബി, നൂഹ് നബി, സുലൈമാൻ നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യഅഖൂബ് നബി, എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളടക്കം. ഇനി അതല്ല, ആ പടച്ച തമ്പുരാന് അല്ലാഹ് എന്ന് നിങ്ങൾ വിളിക്കണില്ല, കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും പേരിട്ട് വിളിച്ചോ, എന്നാലും ഒരു സൃഷ്ടാവിനെ അംഗീകരിക്കണ്ടയോ? ഇതാണ് ഇസ്ലാം. അത്രേ ഇസ്ലാം പറയുന്നുള്ളൂ. സ്വന്തം വാപ്പ ആരാണെന്ന് അറിയാതെ ഒരാൾ മരിച്ചുപോയാൽ എൻ്റെ വാപ്പ ആരാ അറിയില്ല, അങ്ങനെയാണോ പറയേണ്ടത്? നമ്മളെ പടച്ച സൃഷ്ടാവാര് എന്നറിയാത്തത് അതിനും വലിയ ഗൗരവമല്ലേ? നമ്മുടെ സൃഷ്ടാവാരാണ്? നമ്മൾ പഠിച്ചത് ഉമ്മയും വാപ്പയാണോ? നമ്മൾ പഠിച്ചത് ഉമ്മയും വാപ്പയും നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാണ് അല്ലേ? ഉമ്മയെ പഠിച്ചതെങ്കിൽ ഉമ്മാക്ക് ഉമ്മാന്റെ കൂട്ടിനെ നല്ല ചൊറുക്കുള്ള കുട്ടിയായിട്ടല്ലേ ഉമ്മ വിടുള്ളൂ. പക്ഷെ വാപ്പാക്ക് അറിയോ, ഉമ്മാക്ക് അറിയോ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്? സ്കാനിങ്ങിൽ കാണേണ്ട ഒരു സമയമായെങ്കിലല്ലേ കിട്ടുള്ളൂ. അതുവരെ വല്ല അറിവുണ്ടോ? ഈ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകുമോ? വൈകല്യങ്ങളുണ്ടോ? തൻ്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിന്റെ അവസ്ഥകൾ എന്താണെന്ന് നോക്കിക്കാണാനേ കഴിയൂ. ഉമ്മാക്കുണ്ടാക്കാൻ പറ്റുമോ? ഡോക്ടർക്ക് പറഞ്ഞു തരാൻ പറ്റും, ഇത് ഇങ്ങനെയാ, ഇങ്ങനെ ചെറിയൊരു വളർച്ചക്കുറവ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചെവി ഇങ്ങനെയാണ്, കുഞ്ഞിന് മൂക്കിന് ഒരു ദ്വാരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ട്, എന്നാൽ അത് പരിഹരിക്കാൻ ഉമ്മാക്ക് പറ്റുമോ? വാപ്പാക്ക് പറ്റുമോ? ഇല്ല. ഉപ്പയുടെ ശരീരത്തിൽ നിന്ന് സ്പേം സെൽ ഉമ്മയുടെ ഓവറിയിലേക്ക് കയറുന്ന ആ ഒരു പ്രോസസ്, അവിടെ ഉപ്പയുടെയും ഉമ്മയുടെയും ദൗത്യം കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് അല്ലാഹുവാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല വാപ്പാക്കും ഉമ്മാക്കും ഗർഭാശയത്തിനുള്ളിൽ. സയൻസിനും ചെയ്യാൻ പറ്റൂല. അള്ളാഹു വെച്ചൊരു സംവിധാനം നടക്കുക മാത്രമാണത്. അഖ്ബിർനി അലയ്യൽ ഇസ്ലാം ഫഅറളഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലമ അബൂദർറിൻ മകാനഹ്. അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു അബൂദർ എന്നവർ. സത്യം ബോധ്യപ്പെടുമ്പോൾ അങ്ങനെയാണ്, പിന്നെ വൈകിപ്പിക്കരുത്. ഉടനെ തന്നെ ആ സത്യം ഏറ്റെടുക്കണം. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? തിന്നാനും കുടിക്കാനുമാണോ? അല്ല, അത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. നമ്മളെ പറഞ്ഞയച്ചത് അള്ളാഹു എന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കി അവൻ പറഞ്ഞ പോലെ ജീവിച്ച് നിങ്ങൾ മരണമടയണം. എന്നിട്ട് നിങ്ങൾക്ക് അവൻ സ്വർഗമോ നരകമോ, നിങ്ങൾ പ്രതിഫലമാണോ ശിക്ഷയോ അർഹിക്കുന്നത്, അത് അള്ളാഹു നൽകുന്നു. ഇതാണ് ലോകം. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അള്ളാഹുവിന്റെ ഹബീബ് അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മഹാനവറുകളോട് സന്തോഷത്തോടെ പറഞ്ഞു, യാ അബൂദർ ഉക്തും ഹാദൽ അംർ വർജിഅ ഇലാ ബലദിക്. അബൂദറേ, ഈ സത്യം നിങ്ങൾ ആരോടും ഇപ്പൊ വിളിച്ചു പറയേണ്ട. കാരണം ചുറ്റുപാടുകൾ അപകടമാണ്. വിവരമില്ലാത്ത മനുഷ്യന്മാരെന്തെങ്കിലും ചെയ്തേക്കും. അത് വെറുതെ വലിയ ആവേശം കാണിക്കേണ്ട അബൂദറേ. ഉക്തും ഹാദൽ അംർ, കീപ് ഇറ്റ് സീക്രട്ട്. എത്രയോ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്, പേര് പോലും മാറാതെ
അവരുടെ വീട്ടുകാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല അവർ ഇസ്ലാം സ്വീകരിച്ചത്. ഒരു കുഴപ്പമില്ല, അവർക്ക് ധർമ്മവും സത്യവുമാണെന്ന് ബോധ്യപ്പെട്ടത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. ഉക്തും ഹാദൽ അംർ, കീപ് ഇറ്റ് സീക്രറ്റ്സ്. വർജിഇ ഇലാ ബലദിക്. പക്ഷേ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു സത്യം വെളിച്ചം കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ആവേശം സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ മുഷ്താഖ് ഗൗഡയാണ് ഞാൻ പറഞ്ഞ ആള്, മഞ്ചേരിയിൽ നിന്ന് വന്ന ആള് ഇതാ മുമ്പിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ശാരീരിക അസുഖങ്ങളെ കൊണ്ട് അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. ഈ മഹാൻ്റെ ഹദറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. ഗൗഡ ഫാമിലിപ്പെട്ട വലിയ ആളാണ് ഇരിക്കുന്നത്. ഇതായി ഫ്രണ്ടിലെ വെള്ളത്തൊപ്പിട്ട് വെള്ളക്കുപ്പായിട്ടിരിക്കുന്ന മഹാൻ. ഒരുപാട് ത്യാഗം, ശരീരം മുഴുവൻ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും അടിച്ചും ഒരുപാട് പ്രഹരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് ജീവിക്കുന്ന വലിയ ഈമാനുള്ള ആളാണ്. അള്ളാഹു നമുക്കൊക്കെ അവർക്കൊക്കെ അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് എളുപ്പമല്ല. അത് നമുക്ക് ജന്മനാ കിട്ടിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയുന്നില്ല. വാപ്പ മുസ്ലിം, നമ്മൾ ഉമ്മയും വാപ്പയും നിസ്കരിക്കണതാണ് കണ്ടത്. അങ്ങനെ നമുക്ക് ഇസ്ലാം കിട്ടിയത് നമുക്ക് അതിൻ്റെ വില അറിയാം. അങ്ങനെ ഉണ്ടല്ലോ, മുതലാളിമാരുടെ വീട്ടിൽ ജനിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ഐസ്ക്രീമിന് ചോക്ലേറ്റിന് വില അറിയില്ല. അത് എപ്പോഴേ കിട്ടുന്നതാണ്. ഇത് കിട്ടാത്തവർക്ക് എപ്പോഴെങ്കിലും ഒരു പീസ് കിട്ടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണത്, അല്ലേ? അള്ളാഹുവേ, നമ്മുടെ ഈമാൻ അള്ളാഹു നമുക്ക് ഉറപ്പിച്ചു തരട്ടെ. ഈ ജീവിതത്തിൽ അതേ കൊണ്ടുപോകാനുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകും. എന്തൊക്കെ വീമ്പിളക്കിയാലും എല്ലാം ഇവിടെ ഇട്ടേച്ച് 6 അടി മണ്ണിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ. നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. എന്താ കൊണ്ടുപോവാ? ഈ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചതൊക്കെ കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും പറയാം ഞങ്ങൾ മൊത്തം ഈ നാട് പിടിച്ചടക്കാൻ, കബർ കൊണ്ടുപോകാൻ പറ്റുമോ? നിന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടൂല. എവിടെ? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകും. നമ്മളൊക്കെ ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകും. വേറെ കുറേ ആളുകൾ ഭൂമിൻ്റെ മുകളിലേക്ക് വരും. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഒരു 100 കൊല്ലം കഴിഞ്ഞൊരു വാഴ്ന്നു നടക്കുമ്പോൾ ഈ സദസ്സിലുള്ള ഒരൊറ്റ കുട്ടിയും ഭൂമിൻ്റെ മുഖത്തുണ്ടാവില്ല. സെഞ്ചുറിയൊക്കെ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ 100ൻ്റെ മുകളിൽ വയസ്സുള്ളവരുണ്ടെങ്കിലുള്ളൂ. ഇപ്പോൾ ഈ വർഷം പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 100 വയസ്സുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ ഈ സദസ്സിലുള്ള ഒരാളും ഭൂമികത്തുണ്ടാവുമോ? നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ആർക്കും സംശയം ഉണ്ടോ? ഏകദേശം ഉറപ്പാണ്, അല്ലേ? 60, 70, 80, 90 ആവുമ്പോൾ തന്നെ ഒരുപാടായി. വീട്ടുകാരെന്നെ പറയും അത്യാവശ്യമൊക്കെ പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, അപ്പാക്ക് അസുഖം വന്നാൽ മാറണേന്ന് പിന്നെ ദ്വാരക്കൂല, നല്ലൾക്ക് പോട്ടെ. അങ്ങനെയല്ല, മാറണമെന്നാണ് ദ്വാരക്കേണ്ടത്. 100, 200 ജീവിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അസുഖം മാറണമെന്നാണ് ദ്വാരക്കേണ്ടത്. എപ്പോഴും അള്ളാഹിനോട് ഷിഫായിനെയാ ചോദിക്കേണ്ടത്. ദീനിലൊരു ഫിത്തന വന്നാൽ മാത്രമാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റില്ല എന്ന അവസ്ഥ വരുന്നു. അപ്പോഴാണ് അള്ളാഹുവെ ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ എന്ന് ദുആയിരക്കേണ്ടത് അപ്പോൾ മാത്രമാണ്. اللهم أحيني ما كانت الحياة خيرا لي وأمتني ما كان الممات خيرا لي. അബൂദർറെ, നിങ്ങൾ രഹസ്യമാക്കി വെക്കണേ. അബൂദർ റളിയല്ലാഹു അൻഹു പറയും, എനിക്കത് തോന്നി. ഞാൻ ആവേശത്തിലെ പിറ്റേ ദിവസം കഅബാലയത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരൊറ്റ വിളിച്ചു പറയൽ, സഫാ കുന്നിൻ്റെ പാറപ്പുറത്ത് കയറിയിട്ടെ, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ എന്ന് വിളിച്ചു. എല്ലാവരും ഗിഫാറിൻ്റെ വലിയ നേതാവായി വന്നിരിക്കുന്നത്, ഗിഫാർ ഗോത്രത്തിൻ്റെ നേതാവ്. ഇവര് ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് യാത്ര പോകുമ്പോൾ ഗിഫാർ നാട്ടുകാരുടെ മുമ്പിലൂടെയാ ഖുറൈശികൾക്ക് പോകാനുള്ളത്. പക്ഷെ അവർക്ക് ഈ വിളിച്ചു പറയുന്ന ആള് അബൂദറാണെന്നും അപ്പോൾ മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. I testify there is no God, no deity, nothing worthy of worship except Allah. ആരാധനക്കർഹതയുള്ള പടച്ചതമ്പുരാൻ അല്ലാഹു മാത്രമാണെന്നും അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. And I testify Muhammad sallallahu alaihi wasallam is his final messenger and his slave. അല്ലാഹുവിൻ്റെ അടിമയും അന്ത്യപ്രവാചകരുമാണ് മുഹമ്മദ് നബി തങ്ങൾ. ഉറക്കം കണ്ട് വിളിച്ചു പറഞ്ഞു. ഖുറൈശികളുടെ വന്നിട്ട് അടി തുടങ്ങിയില്ലേ? അടിച്ചടിച്ച് മഹാനവറുകളുടെ ദേഹത്ത് മുഴുവൻ ചോര വന്ന് അബൂദർ തങ്ങൾ പറയാണ്, കഅന്നി നസബുൻ അഹ്മർ, ഞാനൊരു ചെമന്ന വിഗ്രഹമായി മാറിയത്. അന്ന് വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവര് സാക്രിഫൈസ് നടത്തും, ബലി നടത്തും. ബലി നടത്തിയിട്ട് ആ ബലിമൃഗത്തിന്റെ ചോര ബിംബത്തിന്റെ ദേഹത്ത് മുഴുവൻ അങ്ങോട്ട് തേക്കും. അതാണ് അന്ന് ജാഹിലിയ കാലത്തെ പരിപാടി. അപ്പൊ ആ ബിംബം ഇങ്ങനെ ചുവന്നു നിൽക്കും. അടികൊണ്ട് ചോര വന്നിട്ട് മഹാനായ അബൂദർ തങ്ങൾ പറയാ, കഅന്നി നസബുൻ അഹ്മർ,
അൻസ്വാബ് എന്ന് പറഞ്ഞില്ലേ, ബിംബത്തിന് അൻസ്വാബ് എന്ന് പറയാം, ബിംബങ്ങൾ. ഞാൻ ചമന്ന ബിംബമായി നിൽക്കുക, തളർന്ന്. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി വന്നത്. ചോദിച്ചു, അതഖ്തുലൂന റജുല, നിങ്ങൾ ആരെയാണ് കൊല്ലുന്നത് എന്നറിയുമോ? വൈലക്കും അലസ്തും തഅലമൂന അന്നഹു മിൻ ഗിഫാർ, ഈ മനുഷ്യൻ ഗിഫാർ ഗോത്രക്കാരനാണ് എന്ന് നിങ്ങൾക്കറിയില്ലയോ? വഹിയ ത്വരീഖു തിജാറതികും ഇലശ്ശാം, നിങ്ങൾ ഫലസ്തീനിലേക്ക് പോകുമ്പോൾ, ഷാമിലേക്ക് പോകുമ്പോൾ ഗിഫാറിന്റെ മുമ്പിലൂടെയാണ് ഖുറൈശികളെ നിങ്ങൾക്ക് പോവേണ്ടത്. ഇപ്പൊ ഇയാൾ അടിച്ചാൽ അതിന് പണി കിട്ടും, അതതിൻ്റെ അർത്ഥം. അപ്പൊ അവരടിയൊക്കെ നിർത്തി. ആകെ ചോരയാണ്. ഞാൻ അബ്ബാസ് എന്നവർ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊടുത്തു. അപ്പൊ തങ്ങൾ പറഞ്ഞിരുന്നു, അബൂദർ ഇത് വിളിച്ചു പറയണ്ട, ഇതിപ്പോൾ സ്വകാര്യമായിട്ട് വെച്ചാൽ മതി. പക്ഷെ അദ്ദേഹം ഒരു ആവേശത്തിന് അങ്ങോട്ട് പറഞ്ഞു, ഉറക്ക ഖുർആൻ ഓതി. അതിലങ്ങ് ഇവർ ഒന്ന് അടി തുടങ്ങി. അവർക്കും അറിയില്ല, പിന്നെ ഈ അടിച്ച ആൾക്കാരാ പിന്നെ സ്വഹാബികളായി മാറിയത്, അത് വേറെ ചരിത്രം. ഈ അടിച്ചവരൊക്കെ തന്നെയാണ് പിന്നെ സ്വഹാബിമാരായി മാറിയത്. സുഹൈൽ ഇബ്നു അംർ എന്നവരും അബൂ സുഫിയാൻ എന്നവരും അബൂജഹലിന്റെ മകൻ ഇക്രിമ തങ്ങളും ഇവരൊക്കെ സ്വഹാബിമാരല്ലേ. യാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് പൊരുത്തവും വാങ്ങിച്ച് സ്വന്തം ഗിഫാർ ഗോത്രത്തിലേക്ക് മഹാനവറുകൾ യാത്ര തിരിക്കുകയാണ്. ഉനൈസിനെ കണ്ടു വഴിയിൽ വെച്ച്. മക്കയുടെ പരിസരത്ത് ഉനൈസ് ഉണ്ട്, സ്വന്തം ഉമ്മയുണ്ട്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അന മുസ്ലിമുൻ, ഞാൻ അള്ളാഹുവിന്റെ മതം സ്വീകരിച്ചു, പ്രവാചകരെ ഞാൻ കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ മുസ്ലിമാണ്. ഉമ്മ പറഞ്ഞു, മോനെ നീ തെരഞ്ഞെടുത്തത് സത്യമായിരിക്കും, നീ ബുദ്ധിമാനാണല്ലോ, അതുകൊണ്ട് ഇനി ഉമ്മാക്ക് പോയി പരിശോധിക്കേണ്ടതില്ല, നിന്റെ ഈ വാക്കിന്റെ പിറകിൽ ഞാനും വിശ്വസിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉനൈസ് എന്നവരും പറഞ്ഞു അത് തന്നെ. ഉനൈസ് എന്നവർ മക്കത്തേക്ക് വരുമ്പോൾ ഒരു കവിയെ കണ്ടുമുട്ടി. ആ കവിയോട് പറഞ്ഞു, നമ്മൾ ഒന്ന് മത്സരിക്കല്ലേ കവിത ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും കവിത ചൊല്ലി, ഭയങ്കര കവിതയാണ്. അപ്പോൾ ഈ കവിതകളിൽ ആരുടെ കവിതയാണ് ഏറ്റവും അവർ ഒരു ഗാംബ്ലിംഗ് വെച്ചു. അതായത് ഒരു കൂട്ടം ഒട്ടകം, ഉനൈസിന്റെ ഒട്ടകം, മറ്റേ ആൾക്ക് ഒരു കൂട്ടം ആടിൻ പറ്റം, ഘനമാണ് ആടുകൾ. ഉനൈസ് എന്നവരുടെ ആടുകൾ ഒരു 8-10 ആടുകൾ, മറ്റേ 8-10 ആടുകൾ. അവിടുത്തെ ഒരു ജോത്സ്യനുണ്ട്, ഒരു കാഹിൻ. അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി പറഞ്ഞു, ജോത്സ്യനെ, എൻ്റെ 10 ആടാണിത്. ഉനൈസ് എന്നവര് പിന്നെ തൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കവിയുടെ ഒരു 10 ആടുകളും. ഞാനും അയാളും കവിത ചൊല്ലും. ആരുടെ കവിതയാണോ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അയാൾക്ക് ഈ 2 കൂട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഉനൈസ് എന്നവർ ജയിച്ചാൽ അയാളുടെ 10 കിട്ടും, സ്വന്തം 10. മറ്റയാൾ ജയിച്ചാൽ ഉനൈസ് എന്നവരുടെ 10 പോവുകയും ചെയ്യും. അങ്ങനെ അബൂദർ എന്നവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഒരുപാട് ആടുണ്ട്. ആടിൻ്റെ എണ്ണം കൂടി 10 ആട് ഏറെയാണ്. അപ്പോഴാ ചോദിച്ചല്ലേ എന്ത് സംഭവിച്ചത്. അപ്പോൾ ഉനൈസ് എന്നവരുടെ കഥ പറഞ്ഞു. ജോത്സ്യന്റെ മുമ്പിൽ ഒരു പാട്ട് പാടിയതാണ്. ആ പാട്ടിൽ ഉനൈസ് എന്നവർക്കാണ് വിജയം കിട്ടിയത്. വിജയിച്ചപ്പോൾ ഉനൈസ് എന്നവരുടെ 10 തൻ്റെ പ്രതിസ്ഥാനത്ത് നിന്ന കവിയുടെ 10 അങ്ങനെ 20 ആടുകളെയും കൊണ്ടാണ് അദ്ദേഹം ഉമ്മയുടെ അടുത്തേക്ക് വന്നത്. അവർ മക്കയുടെ തൊട്ട് പുറകിൽ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗ പ്രാർത്ഥന മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ പാണക്കാട് സയ്യിദ്, കോഴിക്കോട് ഖാദി കൂടിയായ നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവറുകളുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബന്ധമുള്ളവരാണത് അല്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സയ്യിദന്മാരുടെ തണലും നേതൃത്വവും ഈ ഉമ്മത്തിന് അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.